ഹലോ ഗൈസ്, ഇങ്ങനെ ഇരുന്നൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ ആക്കിയാലോ? ഓക്കെ, അപ്പം നമുക്ക് ആ കിടക്കുന്ന നെയിൽ പോളിഷ് ഒന്ന് നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഒരു റിമൂവർ യൂസ് ചെയ്ത് അത് ഞാൻ ഫുള്ള് കളയുകയാണ്. ഇപ്പം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ആ കളർ പോകുന്നില്ലായിരുന്നു. നഖത്തിൽ ഫുൾ അങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു. മാക്സിമം പറ്റുന്ന പോലെ ഞാനത് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സൊക്കെ ഇടുമ്പം ഒരു ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഫസ്റ്റ് കോട്ടായിട്ട് ഇടുന്നത് മസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കളറൊന്നും ആകത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറ്റുന്നത്. ആൻഡ് നമുക്ക് ഇത് ഫുള്ള് കളഞ്ഞിട്ട് നെയിൽസ് ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് നമുക്കിതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഇടാവേ. എൻ്റെ കൈയുടെ നഖത്തിൻ്റെ കളർ അതാണ്, അല്ലാണ്ട് അഴുക്കൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നെയിൽസ് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഷേപ്പിന് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഫസ്റ്റ് ചെറുതായിട്ട് വേണം ട്രിം ചെയ്യാൻ. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ആൻഡ് എൻ്റെ ഈ ഒരു നഖത്തിൽ ആ നെയിൽ പോളിഷിൻ്റെ കളർ കുറച്ച് ആയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയിൽസിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു നെയിൽ പോളിഷാണ് ഞാൻ ഇടുന്നത്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു ഗ്ലിറ്റർ നെയിൽ പോളിഷ്. ഈ ഒരു ഗ്ലിറ്ററാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലിട്ട് കഴിയുമ്പോഴത്തേക്കും കൈ അങ്ങ് തിളങ്ങിക്കോളും. ഫൈനൽ ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓൾസോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.